ഒരു പക്ഷിയല്ലേ അത്? അതൊരു പക്ഷി തന്നെ. ആ ഡിഷ്ക്യൂ. അയ്യടോ, ആ പക്ഷി പറന്നു പോയല്ല. ചോറിന് കറിയാക്കി തിന്നായിരുന്നു ആ പക്ഷിന് കിട്ടിയിരുന്നെങ്കിൽ. വീട് കാണണ്ടല്ലപ്പാ. നാരായണി, നിന്നെ കണ്ടിട്ട് കാലത്തായി. നീ ഇപ്പൊ മീൻ വെക്കാനൊന്നും പോലില്ലേ? ഇപ്പൊ മീൻ വെക്കാനൊന്നും കുറച്ച് കാലമായിട്ട് പോലില്ല. പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നേ? മീൻ വെക്കുന്ന കൂട്ടാണിത്. ഇപ്പൊ ഞാൻ മണ്ണ് കടത്താനാ പോലും. അതാണ് ഈ കൂട്ടൊക്കെ ഒരു മണ്ണിന്റെ കളർ അല്ലേ? ഇപ്പൊ മണ്ണ് കടത്തുന്ന പണിയൊന്നും ഇല്ല രാഘവ. ഇപ്പം വീണ്ടും ഞാൻ മീൻ വെക്കാൻ തുടങ്ങി. അതാകുമ്പം വേഗം വിറ്റിട്ട് പൈസ ആക്കിയിട്ട് പോലാ. ഇതാരും വീട്ടുമുറ്റത്ത് ഇങ്ങനെ കൂക്കുന്നു? മീൻകാരിയാണല്ലേ? ഞാൻ വിചാരിച്ച പോലെ പക്ഷിയും കൂക്കുന്നതായിരിക്കും. എടാ, മീൻ മണിക്കണ അതിലും മത്തിയുണ്ടെന്നാ പറയുന്നത്. എനിക്ക് ഈ പക്ഷികളെ വെടിവെച്ചിട്ട് ഇറച്ചിയാക്കി തിന്നല്ലേ ശീലം. നീ എന്താ കീശയിൽ വെച്ചത്? കുട്ടിയുടെ തോക്ക് വേണ്ടിട്ട് ഓൻ കളിക്കുവായിരുന്നു. എന്താ ഓൻ പണിക്കൊന്നും പോലില്ലേ? ഈ തോക്ക് കൊണ്ട് നടക്കുന്നത് തന്നെ ഒരു പണിയാന്നല്ലോ. പിന്നെന്തിനാ പണി? പണിയുണ്ട്, പോലില്ല. പിള്ളേരെ സ്വഭാവമാണ്. നിങ്ങക്ക് മീൻ വേണപ്പാ, എനിക്ക് പോവാൻ തിരക്കുണ്ട്. എടാ, മീൻ മണിക്കട്ടാ, നീ മുറിച്ച് കറി വെക്കൂലേ? എന്താ ഓന്റെ ഭാര്യയില്ലേടാ? എന്റെ കെട്ടിയോള് ആ പക്ഷി പറന്ന പോലെ അങ്ങ് പറന്നു പോയി. മീൻകാരി ഇതൊന്നും അറിയില്ല അല്ലേ? ഇവനിങ്ങനെ കുട്ടികളെ കളിക്കുന്നത് കൊണ്ടാണ് ഇവന് കുട്ടികളില്ലാത്തത്. എനിക്ക് കുട്ടികളാകാത്തത് കൊണ്ട് എന്റെ ഭാര്യ എന്നെ ഇട്ടേച്ച് പോയി. ഇനി മിണ്ടിയാ കൊല്ലും ഞാൻ. എന്നെ കൊല്ലല്ലേ മോനെ, ഞാൻ മീൻ വിറ്റിട്ട് എങ്ങനെങ്കിലും ജീവിച്ചോട്ടു. നിങ്ങൾ പേടിക്കണ്ട, അതൊരു ഒറിജിനൽ ഒരു കളിത്തോക്കാന്ന്. എന്റെ കുട്ടിക്കളി കാരണമാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് എന്ന് പറഞ്ഞ് നിങ്ങളെ കൊല്ലാൻ ഈ തോക്ക് മതി. എനിക്ക് ഒരു പേടിയുമില്ല. നിങ്ങൾക്ക് മീൻ വേണമെങ്കിൽ വാങ്ങും. അച്ഛ മത്സ്യമൊന്നും വാങ്ങാൻ നിൽക്കണ്ട. ഞാനൊരു പരുന്തിനെ വെടിവെച്ചിടാ, എന്നിട്ട് കറി വെച്ച് തിന്നാ. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ, മീൻ വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റുവാ? വേഗം പോയിക്കോ, ഇല്ലെങ്കിൽ മീൻകാരീനെ വെടിവെച്ച് ഞാൻ കറി വെച്ച് തിന്നും. അച്ഛനും മോനും ഒരുമിച്ച് ഭ്രാന്തായാ? നീ വർത്താനത്തിനൊന്നും നിൽക്കണ്ട. നീ വേഗം മീൻ എടുത്ത് പോടും. അങ്ങനെ പോവാൻ പറ്റൂല. പോവാൻ പറ്റൂലേ? പിന്നെ നീ എന്താ ചെയ്യാ? നിങ്ങൾ എൻ്റെ അടുക്കുന്ന മീൻ വാങ്ങിനെ കുറെ പ്രാവശ്യമായിട്ട്. എൻ്റെ 2000 രൂപ തരാനുണ്ട്. അച്ഛൻ അങ്ങനെ മീനൊന്നും കടം വാങ്ങാറില്ല. പിന്നെ എങ്ങനെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? അച്ഛ സത്യം പറഞ്ഞോ, ഈ മീൻകാരിക്ക് നിങ്ങൾ 2000 രൂപ കൊടുക്കാനുണ്ടാ? ഉണ്ടടാ, അനക്കത് പലപ്പോഴായിട്ട് ഓർമ്മയില്ല. അപ്പോൾ 2000 രൂപ തന്നാ ഞാൻ പോവും. ഇല്ലെങ്കിൽ ഞാനിവിടെ കിടക്കും. നിങ്ങൾ ഇവിടെ കിടന്നോ? രാത്രി പന്നി പിടിച്ച് തിന്നും. ഇല്ലെങ്കിൽ ഞാൻ വെടിവെച്ച് കൊല്ലും. എന്നാ നീ എന്നെ കൊല്ലിടാ. എന്നാ നീ കൊല്ലി. എന്നാ പിടിച്ചാ നിങ്ങളെ ഞാൻ കൊല്ലാൻ പോകുമ്പോ അടിക്കോ ചത്ത പോലെ അങ്ങ് വീഴ്. നീ ഒന്ന് മിണ്ടാണ്ടിക്കടാ. എനിക്ക് 2000 രൂപയല്ലേ വേണ്ടേ? എനക്കത് കിട്ടിയാ ഞാൻ പോവും. എന്നാ അത് തന്നാക്കാ. ഞാനൊരു കൂളിംഗ് ഗ്ലാസ് മേടിക്കാൻ പറ്റിയ പൈസയാണ്. അച്ഛൻ ആ 2000 എനിക്ക് തന്നിരുന്നെങ്കിൽ ഒറിജിനൽ തോക്ക് വാങ്ങി ഞാൻ ഇവരെ വെടിവെച്ച് കൊല്ലുമായിരുന്നു. 500, 1000, 1500, 2000. ഇനി പോയിക്കോ. അച്ഛ കടയൊക്കെ തീർന്ന സ്ഥിതിക്ക് കുറച്ച് മീൻ വാങ്ങിക്കോ. ഇന്നിന് പക്ഷീനും പരുന്നിനൊന്നും വെടിവെച്ചിടാൻ പറ്റൂല. മീൻ വേണേ? പിന്നെ ഒരു 500 രൂപയ്ക്ക് തന്നെ. കടലും തീർന്നില്ലേ? ഓ അയ്യോ, മീനെല്ലാം തീർന്നല്ല കരുതാരാ. കുട്ടിയെല്ലാം കാലിയായി. അയ്യോ, കാലിയായ ചട്ടിയും തലയിൽ വെച്ചിട്ട് മീൻ വെക്കാൻ നടക്കുക. നിങ്ങളെ ഞാനിപ്പോ കൊല്ലും. പോടാ. നിങ്ങളെ കൊല്ലാനെ ഒറിജിനൽ തോക്കും വാങ്ങിയിട്ട് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരും. ഇറച്ചിയില്ലാതെ ഞാൻ എങ്ങനെ ചോറുണ്ണും അച്ഛാ? നീ എങ്ങനെയെങ്കിലും ചോറുണ്ടോ? കൂളിംഗ് ഗ്ലാസ് മേടിക്കാൻ കൊടുത്ത പൈസയല്ലേ അവർക്ക് ഞാൻ കൊടുത്തത്. അച്ഛൻ ഈ വയസ്സുകാലത്ത് കൂളിംഗ് ഗ്ലാസ് ഒന്നും വേണ്ട. ഇതിങ്ങനെ എനിക്ക് തന്നെ. എന്റെ കൂളിംഗ് ഗ്ലാസ് ഉണ്ടാടാ. കൂളിംഗ് ഗ്ലാസ് കൂടി എനിക്ക് വേണം. എനിക്ക് 2 കൂളിംഗ് ഗ്ലാസ് നിർബന്ധമായിട്ട് വേണം. അച്ഛൻ പോയി പണി നോക്ക്.